BJPയുടെ കേരളത്തിലെ 3 സീറ്റ് എന്ന് പറയുന്നത് വലിയ വിജയം തന്നെയാണ്. 2021 ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ട് 2026 വരുമ്പോൾ 0 നിന്നാണ് 3 എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് 3 നിന്നുകൊണ്ട് ഞങ്ങൾ അവരെ മൂക്കുകയറിടും എന്ന് പറയുന്നത്. ഇത് വളരാനുള്ള ഒരവസരം കൂടിയാണ്. 3 നിന്ന് ഇനി അങ്ങോട്ട് എത്തുന്നതും വളരെ വലിയ സംഖ്യയിലേക്കായിരിക്കും അല്ലേ? അതെ, ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ്റെ ആ വാക്ക് വളരെ പ്രസക്തിയുണ്ട്. കാരണം അദ്ദേഹത്തെ കേരളത്തിൽ നിയോഗിച്ച് വിട്ടത് നരേന്ദ്രമോദിയും അമിത്ഷായും 2026 പിടിക്കണമെന്ന ലക്ഷ്യമല്ല. കേരളത്തിൽ ശക്തമായ ഗ്രൂപ്പിന് അതീതമായിട്ടൊരു രാഷ്ട്രീയം ഉണ്ടാകണം. BJP ജനങ്ങളിൽ എത്തണം. കേരളം എന്ന് പറയുന്ന ഈ തുരുത്ത് BJPയെ ഉൾക്കൊള്ളുവാൻ അവർക്കെന്തോ കുറച്ച് അപകർഷതാബോധമുണ്ട്. അത് ബഹുമാനപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി താല്പര്യമുള്ള വെറും രാഷ്ട്രീയം കളിക്കുകയോ മൈക്ക് പ്രസംഗത്തിലോ ഉള്ളതല്ല. അപ്പുറം കേരള ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു നേതൃത്വം വേണമെന്ന് കേന്ദ്രം അറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിലേക്ക് എത്തിച്ചത് രാജീവ്ജിയെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആദ്യമൊക്കെ പുച്ഛമായിരുന്നു. ഏകദേശം 1 വർഷം ആകുന്നേയുള്ളൂ അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്ക് അയച്ചിട്ട്. ഇനി ഇദ്ദേഹം കേരളത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുവാൻ, മലയാളം അറിഞ്ഞുകൂടാ, ഒരു ടെക്നോക്രാറ്റാണ്, വ്യവസായ പ്രമുഖനാണ്, അദ്ദേഹത്തിന് കേരള പൊളിറ്റിക്സ് എന്തറിയാം എന്നുള്ള ആക്ഷേപങ്ങൾ എതിർ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും ഭാരതീയ ജനതാ പാർട്ടിക്കകത്തുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും സധൈര്യം അദ്ദേഹം മുന്നോട്ട് പോയി. കേരളത്തിൻ്റെ പ്രവർത്തന രീതി അദ്ദേഹം 11-12 മാസങ്ങൾ കൊണ്ട് മനസ്സിലാക്കി. അദ്ദേഹം വന്നതിന് ശേഷം വളരെ മാറ്റം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് NDA മുന്നണിയെയും അദ്ദേഹം ശക്തമാക്കി. NDA മുന്നണി എന്ന് പറയുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയ വോട്ട് ബാങ്കുള്ള കുറച്ച് സമുദായ സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലുള്ളവർ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ജാനു ഉണ്ടായിരുന്നു, അവർ പോയി. ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടികൾ ഉണ്ടായിരുന്നതിൽ ചിലർ വിട്ടുപോയി. ബോർഡ് മെമ്പറൊന്നും കിട്ടാത്തത് കൊണ്ട് ജാനു കളഞ്ഞിട്ട് പോയി. അപ്പോൾ പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ 2020 പോലുള്ള പാർട്ടികളെ ഇദ്ദേഹം കൊണ്ടുവന്ന് NDA വിപുലീകരിച്ചു. അപ്പോൾ അതൊക്കെ നിസ്സാരമൊന്നുമല്ല. NDA ഈ 2020 പോലുള്ള പാർട്ടികളൊക്കെ NDAയിൽ വരിക എന്ന് പറഞ്ഞാൽ അതും ആക്ഷേപങ്ങളുണ്ടായി. കുറേ ബിസിനസ്സുകാരുടെ പാർട്ടിയാണ് BJP എന്ന്. അദ്ദേഹം IT ആണ്, മറ്റേ അദ്ദേഹം വ്യവസായ പ്രമുഖനാണ്. അങ്ങനെ ആക്ഷേപങ്ങളും തരണം ചെയ്തു. പക്ഷെ വന്ന ഉടനെ തന്നെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കണം. നിലമ്പൂർ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ചെറിയ മാർജിനെങ്കിലും അദ്ദേഹം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു. ഇത്രയും ജിഹാദ് കോട്ടകളെന്ന് പറയുന്ന നിലമ്പൂർ നടന്ന മത്സരിക്കേണ്ട തീരുമാനിച്ചു. പക്ഷേ അതേസമയം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതലേ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ നില മെച്ചപ്പെടുത്തുമായിരുന്നു. ലാസ്റ്റിലൊരു വേറൊരു ഇതിൽ നിന്ന് ചാടി വന്ന് നിർത്തിയെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം 16 NDAക്ക് കിട്ടിയതിൽ നിന്ന് കൂടുതൽ മെച്ചം വോട്ടുകൾ പുതിയ ടെക്നോക്രാറ്റുകാരനെ നിലമ്പൂരിൽ നില മെച്ചപ്പെടുത്തുവാൻ സാധിച്ചു. നിലമ്പൂർ പോലുള്ള സ്ഥലത്ത് BJPക്ക് ബേസ് ഉള്ളതോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ബേസുള്ള സ്ഥലങ്ങളൊന്നുമല്ല. വയനാടിൻ്റെ അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അതെ മത്സരിക്കണ്ട, ഒരു ബിസിനസ്സുകാരനാണ്. കറക്റ്റ്. 10 അങ്ങോട്ടിട്ടാൽ 100 തിരിച്ചു കിട്ടണം എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ടും അദ്ദേഹത്തിന് അദ്ദേഹം ഇനി ഇവിടെ വന്നിട്ട് ബാക്കി എല്ലാവരും നോക്കി, മാരാർജി നോക്കി, രാമപിള്ള സാർ നോക്കി, PP മുകുന്ദൻ നോക്കി, സുരേന്ദ്രൻ നോക്കി, എല്ലാം CK പത്മനാഭൻ നോക്കി, ഇനി ഇദ്ദേഹം വന്നിട്ട് കേരളത്തിൽ എന്ത് ചെയ്യുവാൻ എന്നുള്ളൊരു ആക്ഷേപഹാസ്യങ്ങൾ ഇരിക്കുന്ന സമയത്താണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് വന്ന് 45 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷന് ഇദ്ദേഹത്തിൻ്റെ ചില ബുദ്ധികൾ ഇതിൽ ആ ബിസിനസിൻ്റെ ടെക്നോക്രാറ്റിൻ്റെ ബിസിനസ് ബുദ്ധി കേരളത്തിൻ്റെ തിരുവനന്തപുരം തലസ്ഥാന നഗരിയുടെ മേയറിലേക്ക് അദ്ദേഹം പ്രയോഗിച്ചു. രാജേഷിലൂടെ വിജയിച്ചു. അപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇത്രയും വർഷത്തെ തഴക്കവും പഴക്കവും ചെന്ന നേതാക്കളും കേരളത്തിലെ എല്ലാ നേതാക്കളും തമ്പടിക്കുന്ന ഒരു സ്ഥലവും
എല്ലാം ഒരു കോർപ്പറേറ്റ് ഹെഡ് എന്ന് പറയാം കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം. അവരുടെ പാർട്ടിയുടെ ഫണ്ട് റൈസിങ് വേണമെങ്കിൽ പറയാം. അത് 45 വർഷത്തെ MP പപ്പൻ മുതൽ ഇങ്ങോട്ടുള്ള ഭരണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമൊന്നുമല്ല. കോൺഗ്രസ് കഴിവിൻ്റെ പരമാവധി നോക്കി തിരുവനന്തപുരം നഗരസഭയുടെ പിതാവാൻ, അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ MPയോ MLAയോ ഒന്നുമില്ലാത്ത ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത് കഴിഞ്ഞുവെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിരന്തരമായ കോർപ്പറേഷൻ്റെ സമരങ്ങൾ കൊണ്ടാണ്. ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ രാജേഷിന് കഴിഞ്ഞുവെങ്കിലും അതിൻ്റെ പ്രേരണ ഒരു വർഷം കൊണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജിയാണ്. അദ്ദേഹത്തിൻ്റെ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, പലരും ഇപ്പം സോഷ്യൽ മീഡിയകളിലും വരുന്നു, പത്രങ്ങളിലും വരുന്നു, 3 പേര് വെച്ച് അസംബ്ലിയിൽ എന്ത് ചെയ്യുവാൻ കഴിയും? 3 പേര് വാജ്പേയിയെ 84-ൽ 2 ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ് ഇടതുപക്ഷവും കോൺഗ്രസ്. ഇന്ന് അവിടെ ഇന്ത്യയുടെ 21 സംസ്ഥാനങ്ങളിൽ 17 സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി, ബാക്കി 4 ഘടകകക്ഷികൾ. അപ്പോൾ ജനം വിചാരിച്ചോ 84-ൽ 2 ഉണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും വരുമെന്ന്? അല്ല, 2016-ൽ പശ്ചിമ ബംഗാളിൽ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതെ. 2021-ൽ വരുമ്പോൾ 77 പേര്. അതെ, 7 പേര്. അതെ. 2026-ൽ എത്തുമ്പോഴോ 200-ലധികം പേർ. അല്ലേ, മഹാഭാരത യുദ്ധം നടന്നത് എന്താണ്? മഹാഭാരത യുദ്ധം നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ നമുക്ക് നോക്കാം. വെറും 5 പേർക്ക് കയറിക്കിടക്കാൻ ഒരു വീട് പോലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതെയാണ് യുദ്ധത്തിലേക്ക് പോയത്. അവിടെ ധർമ്മം ജയിച്ചില്ലേ? ആ ഒരവസ്ഥയാണ് BJP. 3 പേര് മതി അസംബ്ലിയിൽ, 30 പേർക്ക് തുല്യമാണ്. അവർ ജനങ്ങളുടെ ആവശ്യങ്ങൾ അസംബ്ലിയിൽ പ്രതിപാദിക്കാൻ ഈ 3 പേര്, രാജീവ് ചന്ദ്രശേഖർജി, V മുരളീധരനും BB ഗോപകുമാറും മതി. ഇത്രയും കാലം അസംബ്ലിക്കകത്ത് പ്രാതിനിധ്യമില്ലാതെയല്ലേ പുറത്ത് സമരങ്ങൾ ചെയ്തിരുന്നത്? സെക്രട്ടേറിയറ്റിലും കോർപ്പറേഷനിലും ജനം അംഗീകരിച്ചല്ലോ. അപ്പോൾ ഈ 3 പേരുടെ സമരം അസംബ്ലിക്കകത്ത് ഉണ്ടാകുകയും ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കുകയും പുറത്ത് BJP പ്രവർത്തകരുടെ സമര പരമ്പരകൾ ഉണ്ടായാൽ 2031-ൽ രാജീവ് ചന്ദ്രശേഖർജി കേന്ദ്രത്തിൽ കൊടുത്ത ദൗത്യം പൂർത്തിയാക്കുവാൻ കഴിയും. അല്ല, ഇതൊരു സൂചനയാണ് നൽകുന്നത് ഈ 3 എന്ന് പറയുന്ന സംഖ്യ. അതെ, അതിൽ നിന്നായിരിക്കും ഇനി വളരാൻ പോകുന്നത്. തീർച്ചയായും 2031-ൽ വരുമ്പോൾ കേരളം BJP ഭരിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയും ഇപ്പം BJP ഏറ്റുമുട്ടേണ്ടത് ഒരുപക്ഷെ CPM-നോട് തന്നെ ആയിരിക്കും. ഇപ്പം പ്രതിപക്ഷം മത്സരം വരും. നമ്മളാണ് ഔദ്യോഗിക പ്രതിപക്ഷം എന്ന് പറഞ്ഞ് CPM-ഉം CPM-ന്റെ ബഹുജന പ്രസ്ഥാനങ്ങളും സമരത്തിൽ വരുമ്പോൾ അതേ ഈക്വലൻ്റായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും മഹിളാ മോർച്ചയും യുവമോർച്ചയും സമരത്തിലേക്ക് വരും. അപ്പോൾ കറക്റ്റ് പ്രതിപക്ഷം എന്നുള്ള റോള് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടും. കാരണം 3 MLA-മാരുടെ നിയോജക മണ്ഡലങ്ങൾ കഴക്കൂട്ടവും ചാത്തന്നൂരും നേമവും കേന്ദ്ര ഫണ്ടുകൾ വിനിയോഗിച്ച് വികസിത കേരളത്തിൻ്റെ കൂടെ എത്തിപ്പിക്കാൻ ശ്രമിക്കണം. ഈ 3 മണ്ഡലത്തിലും വികസനം കാഴ്ചവെക്കുമ്പോൾ ഈ പറയുന്ന 3 മണ്ഡലം 71 മണ്ഡലമാക്കി 31 വർദ്ധിപ്പിക്കാൻ കഴിയും. അതിൻ്റെ ഒരു ടെക്നോക്രാറ്റ് ബുദ്ധിയും രാഷ്ട്രീയ ബുദ്ധിയും ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ പ്രയോഗിച്ചില്ല എങ്കിൽ അത് കേന്ദ്രം പ്രയോഗിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് മൂക്ക് കയറിടും, 3 പേർ മതി എന്നുള്ള രീതിയിൽ തന്നെ. അത് പാർട്ടിക്കകത്തും വേണം. പാർട്ടിക്കകത്ത് കുറേ കാലങ്ങൾ കൊണ്ട് അഴകുഴഞ്ചൻ നേതാക്കളുണ്ട്. എന്ത് വന്നാലും റൂളിംഗ് പാർട്ടി എന്നുള്ള നിലയിൽ കേന്ദ്രത്തിലിരിക്കുകയും കേന്ദ്രത്തിൻ്റെ ആനുകൂല്യങ്ങളും പ്രവർത്തന ഫണ്ടും കൊണ്ട് ജീവിക്കുന്ന കുറേ പ്രവർത്തകർ കേരളത്തിലുണ്ട്. അവരെ സക്രിയമായി വർദ്ധിപ്പിക്കുവാൻ രാജീവ് ചന്ദ്രശേഖർജി പണിയെടുപ്പിക്കണം. അല്ലാതെ മാരാർജി ഭവനിൽ ഇരുന്നു കൊണ്ട് വാട്സപ്പ് പ്രവർത്തനങ്ങൾ ചെയ്താൽ ജനം അംഗീകരിക്കുകയില്ല. ഗ്രാസ് റൂട്ട് ലെവൽ വർക്കിലേക്ക് ഇറങ്ങണം. ഇപ്പോഴും തന്നെ പ്രവർത്തനങ്ങൾ അവർക്ക് ഊർജിതമായിട്ട് നിൽക്കുന്ന പ്രവർത്തനം എന്താണ്? രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളും രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ വിവിധ പരിവാർ പ്രസ്ഥാനങ്ങളും. ഇവർ ഒറ്റയ്ക്ക് സ്ഥാനീയമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ മഹിളാ മോർച്ച, യുവമോർച്ച, വിവിധ സെല്ലുകൾ, കർഷക മോർച്ച സമരങ്ങൾ ചെയ്യണം. എന്ത് സമരം കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ എടുക്കാം, എന്ത് സമരമാണ് കോൺഗ്രസ് ചെയ്തത്? BJP സമരം ചെയ്തതുകൊണ്ടാണ് ജനങ്ങൾക്ക് തിരുവനന്തപുരം മഹാനഗരത്തെ ജനം വിചാരിച്ചു കോൺഗ്രസ്സിന് കൊടുത്തിട്ട് പ്രയോജനമില്ല, BJPക്ക് കൊടുക്കാം, കേന്ദ്ര ഭരണമുണ്ട്, ചിലപ്പോൾ കേരളത്തിൽ 3-4 MLA കിട്ടിയാലോ എന്ന് പറഞ്ഞാണ് ജനം തിരുവനന്തപുരം. അതേപോലെ
മടിയന്മാരായ BJP നേതാക്കളെ കൊണ്ട്, സ്റ്റേറ്റ് ആയാലും ജില്ലയായാലും മണ്ഡലം നേതാക്കളെയും കൊണ്ട് പണിയെടുപ്പിക്കണം. കുറച്ചുകൂടി BJP വിജയിക്കുമായിരുന്നു. അതെ, SIR വന്നതിൽ വോട്ട് ചേർക്കുന്നതിൽ BJP പരാജയപ്പെട്ടു. ഇലക്ഷൻ കമ്മീഷൻ സമയം കൊടുത്തിട്ടും BJPയുടെ പല നേതാക്കളുടെ കുടുംബത്തിലുള്ളവർ വോട്ടില്ല. അങ്ങനെ വോട്ടുകൾ ചെയ്തിരുന്നിരുന്നെങ്കിൽ BJPക്ക് 14.8% വോട്ടല്ല, 18% വോട്ട് ഒറ്റക്കക്ഷി. ഇപ്പം നമുക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്തു നോക്കണം. CPMന് കിട്ടിയിരിക്കുന്നത് 26 സംതിങ് അടുപ്പിച്ചേ ഉള്ളൂ. കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്നത് 22, കോൺഗ്രസ്സിന് 28, CPMന് 26, CPIക്ക് വളരെ 8, മുസ്ലിം ലീഗിന് 11 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും MP MLA കിട്ടിയെങ്കിൽ തന്നെയും ഭാരതീയ ജനതാ പാർട്ടിക്ക് 14% വോട്ട് കിട്ടി. ഇവരുടെ 2020യും BDJS കൂടി ചേർത്ത് 16 അടുപ്പിച്ച് വരുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും വിജയിച്ച് നിൽക്കുന്ന പാർട്ടി BJPയാണ്. മുന്നണി സംവിധാനത്തിലല്ല BJPക്ക് ഇത്രയും വോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2031 നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചാൽ പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് അനുസരിച്ച് പേരുകൾ ചേർത്തിരുന്നു എങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ, എനിക്കറിയാം നമ്മുടെ വാർഡിനകത്ത് നമ്മളെ പല സംഘപരിവാർ നേതാക്കളും ലാഗ് ചെയ്താ എൻ്റെ വോട്ട് ഉണ്ടല്ലോ, ഇനി ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കണ്ട, SIRലെ BLOക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണ്ട എന്ന് പലരും ചേർത്തിട്ടില്ല. അങ്ങനെ ചേർത്തിരുന്നുവെങ്കിൽ പല സ്ഥലങ്ങളും നമുക്ക് ജയിക്കുവാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് മഞ്ചേശ്വരത്ത് നടന്നു. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ തോൽക്കുവാൻ കാര്യം 20,000 40,000 വോട്ട് കിട്ടിയ ഇടതുപക്ഷത്തിന് ഇപ്പോൾ കിട്ടിയത് 21,000 വോട്ടാണ്. ബാക്കി 20,000 വോട്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് UDFന് പോയി. അതെ, അതേപോലെ തിരുവല്ലയിൽ അനൂപ് ആന്റണി രണ്ടാം സ്ഥാനത്ത് വന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൻ്റെ വിള്ളലാണ്. അതുപോലെ പൂഞ്ഞാറിൽ 2 സീറ്റും കൂടി നമുക്ക് കിട്ടും. അവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ പുതിയ ബില്ലൊന്നും അല്ല. ഭാരതീയ ജനതാ പാർട്ടി ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ചില മണ്ഡലങ്ങൾ ഈ 3 പറയുന്നത് ഒരു 6 മാറ്റുവാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് ലാഗ് ചെയ്ത് വോട്ട് വർധനവിലും വോട്ട് ചേർക്കുന്നതിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിസ്ഥാന ബേസിക് തട്ട് പരാജയപ്പെട്ടതാണ് കാരണം. അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം മുൻനിർത്തി രാജീവ് ചന്ദ്രശേഖർജി എല്ലാ ജില്ലാ നേതാക്കളും മണ്ഡലം നേതാക്കളെയും സംസ്ഥാന നേതാക്കളെയും കൊണ്ട് പണിയെടുപ്പിക്കുക തന്നെ ചെയ്യും. അവർക്ക് സുഖിക്കാമെന്ന് വിചാരിക്കേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.